ആധുനിക യുദ്ധങ്ങളിൽ വിജയിക്കുന്നത് ഏറ്റവും ശക്തമായ ആയുധങ്ങൾ കൈവശമുള്ള രാജ്യമല്ല, മറിച്ച് ശത്രുവിനെ ആദ്യം കണ്ടെത്താൻ കഴിയുന്ന രാജ്യമാണെന്ന് സമീപകാല യുദ്ധങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം മുതൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വരെ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്: ശത്രുവിനെ ആദ്യം കണ്ടെത്തുന്നവർക്കാണ് ആക്രമണത്തിലും പ്രതിരോധത്തിലും മുൻതൂക്കം ലഭിക്കുന്നത്. ഇന്നത്തെ യുദ്ധഭൂമിയിൽ ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും സെൽത്ത് യുദ്ധവിമാനങ്ങളും അതിവേഗം സഞ്ചരിക്കുന്ന മിസൈലുകളും നിർണായക ശക്തികളായി മാറിയ സാഹചര്യത്തിൽ ശത്രു എവിടെയാണെന്ന് അറിയുക എന്നത് തന്നെ ഏറ്റവും വലിയ ആയുധമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ തന്റെ വ്യോമ നിരീക്ഷണ ശേഷി അഭൂതപൂർവമായി ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾക്ക് വേഗം കൂട്ടിയിട്ടുള്ളത്. ആകാശത്ത് പറക്കുന്ന അത്യാധുനിക റഡാർ സംവിധാനങ്ങളായ എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങളുടെ എണ്ണം 3 ഇരട്ടിയാക്കി ഭാവിയിലെ യുദ്ധങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. ഇന്നത്തെ വ്യോമ യുദ്ധങ്ങളിൽ ഏറ്റവും വലിയ വെല്ലുവിളി ശത്രുവിനെ എത്ര വേഗത്തിൽ കണ്ടെത്താനാകുമെന്നതാണ്. ഭൂതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന റഡാറുകൾക്ക് ഭൂമിയുടെ വളവ് കാരണം കാഴ്ചപരിധിക്ക് അപ്പുറമുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് താഴ്ന്ന ഉയരങ്ങളിൽ പറക്കുന്ന ഡ്രോണുകളോ അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകളോ യുദ്ധവിമാനങ്ങളോ റഡാർ കവറേജിങ്ങിന് പുറത്തുകൂടി സഞ്ചരിക്കുന്നതിനാൽ അവ വളരെ അടുത്തെത്തിയ ശേഷമേ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവയെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഇതോടെ പ്രതികരിക്കാൻ ലഭിക്കുന്ന സമയം വളരെ കുറയുകയും ശത്രുവിന് മുൻതൂക്കം ലഭിക്കുകയും ചെയ്യുന്നു. സൈനിക ഭാഷയിൽ ഇത് റഡാർ ഷാഡോ എന്നറിയപ്പെടുന്ന പ്രതിഭാസമാണ്. ഈ പ്രശ്നത്തിന് ഏറ്റവും ഫലപ്രദമായ പരിഹാരം റഡാറിനെ തന്നെ ആകാശത്തേക്ക് ഉയർത്തുക എന്നതാണ്. അതുകൊണ്ടാണ് ലോകത്തെ പ്രമുഖ സൈനിക ശക്തികൾ എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നത്. ഉയർന്ന ഉയരത്തിൽ പറക്കുന്ന ഇത്തരം വിമാനങ്ങൾക്ക് നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള വ്യോമ ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന് ഇന്ത്യൻ വ്യോമസേനയുടെ ഫാൽക്കൺ AWACS വിമാനങ്ങൾ ഏകദേശം 50,000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ 500 കിലോമീറ്ററോളം ദൂരത്തുള്ള വ്യോമ ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും. അതുവഴി ശത്രു വിമാനങ്ങളെയോ ഡ്രോണുകളെയോ മിസൈലുകളെയോ വളരെ നേരത്തെ കണ്ടെത്തി യുദ്ധവിമാനങ്ങളെ സജ്ജമാക്കാൻ ഭൂതല വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും സാധിക്കും. എന്നാൽ ഈ വിമാനങ്ങൾ സാധാരണ റഡാർ പ്ലാറ്റ്ഫോമുകൾ മാത്രമല്ല, അവ യഥാർത്ഥത്തിൽ ആകാശത്ത് പാർക്കുന്ന കമാൻഡ് സെന്ററുകളാണ്. യുദ്ധവിമാനങ്ങൾ, ഭൂതല റഡാറുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, മറ്റ് നിരീക്ഷണ പ്ലാറ്റ്ഫോമുകൾ എന്നിവയെല്ലാം ഒരേ ശൃംഖലയിലേക്ക് ബന്ധിപ്പിച്ച് യുദ്ധഭൂമിയുടെ സമഗ്ര ചിത്രം കമാൻഡർമാർക്ക് നൽകുകയാണ് ഇവരുടെ പ്രധാന ദൗത്യം. കൃത്രിമ ബുദ്ധി, അതിവേഗ കമ്പ്യൂട്ടിംഗ്, അത്യാധുനിക സെൻസറുകൾ എന്നിവയുടെ സഹായത്തോടെ ലക്ഷ്യങ്ങളെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും പിന്തുടരുകയും ചെയ്യുന്ന ഈ സംവിധാനങ്ങൾ ആധുനിക യുദ്ധങ്ങളുടെ നിർണായക ഘട്ടമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഈ സംവിധാനങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കുകയാണ്. 16,000 കിലോമീറ്ററിലധികം നീളമുള്ള കര അതിർത്തിയും 11,000 കിലോമീറ്ററിലധികം തീരദേശവും സംരക്ഷിക്കേണ്ട രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് തുടർച്ചയായ വ്യോമ നിരീക്ഷണം അനിവാര്യമാണ്. പാകിസ്ഥാനുമായും അതോടൊപ്പം തന്നെ ചൈനയുമായും ഒരേ സമയം സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ രണ്ട് മുന്നണികളിലെയും ഭീഷണികൾ ഒരേ സമയം കണ്ടെത്താനും അതോടൊപ്പം തന്നെ പ്രതികരിക്കാനും കഴിയുന്ന ശക്തമായ വ്യോമ നിരീക്ഷണ ശൃംഖല ഇന്ത്യക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ AWACS വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സ് മൾട്ടിപ്ലയറുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുകയാണ്.